കേരള നിയമസഭയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ബഹുമതി സ്വന്തമാക്കിയ നേതാവാണ് കെ മാണി. പ്രവർത്തിച്ച മേഖലയിലെല്ലാം അപ്രമാദിത്വം പുലർത്താൻ കഴിയുക എന്ന അപൂർവതയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ച കരിങ്ങോഴക്കൽ മാണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ നിന്നാണ്. പാലായിലെ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം മദ്രാസിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി കോഴിക്കോട്ട് അഭിഭാഷകനായി ജോലിയിലെത്തി. ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന പി ഗോവിന്ദമേനോന്റെ ജൂനിയറായി പ്രാക്ടീസും തുടങ്ങി. പിന്നീട് കളം പാലായിലേക്ക് തന്നെ മാറ്റി. തെരഞ്ഞെടുപ്പ് കേസുകൾക്ക് കോടതിയിൽ ഹാജരായിരുന്ന AK സെന്നിനെ പോലുള്ള അഭിഭാഷകർക്ക് അന്ന് നോട്ട് കൊടുത്തിരുന്നത് KM മാണി നേരിട്ടായിരുന്നു. ഇതേസമയം മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവ സാന്നിധ്യവുമായി മാറി. 1959 KPCCയിൽ അംഗമായി. 1960-64 കോട്ടയം DCC അധ്യക്ഷ പദവിയിലെത്തി. R. ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ രാജിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി കോൺഗ്രസിനെ തളർത്തി. 64 സെപ്റ്റംബറിൽ ചാക്കോയുടെ മരണശേഷം ചേർന്ന നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുമെന്ന് 15 ചാക്കോ അനുകൂല MLA മാർ നിലപാടെടുത്തു. KM ജോർജായിരുന്നു അന്ന് നേതാവ്. R. ബാലകൃഷ്ണപിള്ള ഡെപ്യൂട്ടി ലീഡർ പദവിയിലും. ആദ്യം കോൺഗ്രസിനൊപ്പമായിരുന്നു KM മാണിയെങ്കിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ അദ്ദേഹം ചുവടുമാറ്റി. 1965 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 25 സീറ്റിൽ ജയിച്ച് കേരള കോൺഗ്രസ് അത്ഭുതമായി. കോൺഗ്രസിൽ നിന്നെത്തിയത് 36 പേർ മാത്രം. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സഭ പിരിച്ചുവിട്ടു. 4ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റാണ് കേരള കോൺഗ്രസിന് ലഭിച്ചത്. അതിലൊന്ന് പാലായായിരുന്നു. 1970 പോരാട്ടത്തിൽ KM ജേക്കബിനെ 364 വോട്ടിനാണ് മാണി പരാജയപ്പെടുത്തിയത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പാല എന്നാൽ അത് KM മാണിയായി മാറി. തുടർന്നുള്ള നിയമസഭകളിലെല്ലാം സജീവ സാന്നിധ്യമായി KM മാണി. തുടർച്ചയായി 11 നിയമസഭകളിൽ അംഗമായ മാണി 7 നിയമസഭകളിൽ മന്ത്രിപദത്തിലുമെത്തി. ഏറ്റവും കൂടുതൽ കാലം നിയമവകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്തത് KM മാണിയായിരുന്നു. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂട്ടിയ ബാറുകൾ തുറക്കുന്നതിനായി ബാറുടമകളിൽ നിന്ന് 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെക്കുന്നതുവരെ മാണിയുടെ ജൈത്രയാത്ര തുടർന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.